ഹലോ ഹായ്. അപ്പം ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഗുജറാത്തിലാണ്. നിങ്ങൾ ഗുജറാത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുലദൈവമായ സന്തോഷി മാതയുടെ അമ്പലമാണ്. ആ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അമ്പലത്തിൽ പോയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഞാനുണ്ട്, എൻ്റെ മകൾ ദീപയുണ്ട്. ദീപയുടെ 5ാമത്തെ വർഷപൂജയാണ്. അപ്പം എന്നോട് പറഞ്ഞു വർഷപൂജയ്ക്ക് മാതയെടുത്ത് വന്ന് തൊഴണം, അനുഗ്രഹം വേണം. അപ്പം മമ്മി ഗുരു ആയിട്ടുള്ള ഞാൻ കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഒരു പ്രാവശ്യം വരെ എനിക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പോയി അവിടെ പോയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മളങ്ങനെ ആ കൊടി കിട്ടുന്നില്ല കറക്റ്റ്. നമ്മൾ ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ ആ ഒരു വ്യൂ ആണിത്. നീളത്തിൽ തന്നെയാണ് ക്ഷേത്രം നിൽക്കുന്നത്, നിലകൊള്ളുന്നത്. ഈ കാണുന്ന ക്ഷേത്രം, ആ മരങ്ങൾ കാണുന്നതാണ് മൂല ക്ഷേത്രം. ഇത് 2ാമത് നിർമ്മിച്ച ക്ഷേത്രമാണ്. അതിൻ്റെ സൈഡിൽ നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിയുമ്പോൾ ഇത് 3ാമത്തെ ക്ഷേത്രം. ഇങ്ങനെ 3 ക്ഷേത്രം ഒന്നിച്ച് നിൽക്കുന്നതായിട്ടാണ്. ഈ മരങ്ങൾ കാണുന്നതാണ് മൂലക്ഷേത്രം. അപ്പം ഞാൻ മെയിൻ ക്ഷേത്രത്തിലേക്ക് കയറുകയാണ്. ഇതാണ് ഞങ്ങളുടെ സന്തോഷിമാത ഇരിക്കുന്ന സന്തോഷിമാതയുടെ വാഹനമാണ്. അതിൻ്റെ നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് കയറി ക്ഷേത്രത്തിൽ ദർശനമൊക്കെ ശേഷം ഇത് സന്തോഷിമാതയെ ഭജിക്കുന്ന ഭജനയാണ്. അവിടെ ഗുജറാത്തിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് 3ാമത്തെ ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോഴാണിത്. ഇത് ക്ഷേത്രത്തിനുള്ളിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റാത്തത് എന്താണ് കാണിക്കാത്തത്. പിന്നെ ഞാൻ ഈ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് പൂജാരി അടുത്തേക്ക് പോയി. पीछे ये दो वाला पेड़ वाला मेन स्थान है। मेन स्थान है, वहाँ माता रानी प्रकट हुई है। वहाँ माता रानी प्रकट हुई है। सामने देखो तो आपको पता चल जाएगा। इधर पर्चा लिखा है, पर्चा वहाँ देखेंगे तो आपको पता चल जाएगा। ठीक है, फोटो लगा है। फोटो लगा है ना, तो आपका पता चल जाएगा क्या है स्टोरी। तो पीछे वाला पुराना मंदिर है। कहाँ? पेड़ वाली। हाँ दिखाओ। माता रानी का वो पीछे पेड़ वाला है ना वहाँ। वो हरिद्वार सुना है आपने? हरिद्वार सुना है। हरिद्वार के पास कंखल है ना, वहाँ दक्ष राजा ने यज्ञ किया था। दक्ष दक्ष राजा ने दक्ष राज ने तो बहु गिरा है वही है।
हाँ हाँ बाहु है ना, हाँ 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 वो माता रानी का यहाँ बाहु गिरा है, हाँ वो अंबाजी में हृदय गिरा है, अंबाजी अंबाजी में हृदय गिरा है, हाँ अलग अलग है, हाँ ऐसा है। ये देखो, हाँ ये 2 राजा ने राजा ने वचन दिया था, हाँ तो दोनों को लड़की हुई, दोनों तो दोनों को शादी तो नहीं होती ना, हाँ 2 लड़कियों को शादी तो नहीं होती, अलग अलग होती है, हाँ तो लड़की को शादी नहीं होती, हाँ वो स्थान है, हाँ वो बिना कुत्ती गिरी तो कुत्ता हो गया, क्या कौन वो लड़की है ना, हाँ वो 2 लड़कियां तो शादी नहीं कर सकती ना, हाँ तो कुत्ती गिरे तो कुत्ता हुआ, हाँ घोड़ी तो घोड़ा हुआ। ഈ ചിത്രത്തിലാണ് ട്രാൻസ്മനുഷ്യരെ പറ്റി സംബന്ധിക്കുന്ന ഒരു ഐതിഹ്യമുള്ളത്. ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസ സരോവരം എന്ന നദിയാണ് സത്യയുഗത്തിലുള്ളത്. സത്യയുഗത്തിൽ 2 രാജാക്കന്മാർ അവരുടെ മാരേജിന് ശേഷം അവർ 2 കുട്ടികളെയും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിപ്പിക്കാമെന്ന് പറയുന്നു. പക്ഷേ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2 പെൺകുട്ടികളാണ്. അങ്ങനെ ഈ ക്ഷേത്രത്തിൽ വന്നു. ഈ മാനസ സരോവരത്തിൽ കുളിച്ചു കഴിഞ്ഞപ്പോൾ നാരി നരനായി, പെൺകുട്ടി ആൺകുട്ടിയായി, അങ്ങനെ കുറേ ഐതിഹ്യങ്ങളാണ്. मुर्गा सब खा गया, हाँ एक मुर्गा सुबह 5 बजे बोला, हाँ तो सभी मुर्गा पेट से बाहर निकाला, हाँ मर गया तो जिंदा निकाला, हाँ वो स्टोरी है। हो इसमें इधर मुस्लिम आदमी आया है। ഇത് പറയുന്ന ക്ഷേത്രത്തിൽ ഒരുപാട് സന്തോഷി മാതയുടെ ബഹുചാരമാതയുടെ വാഹനമായ കോഴികൾ ഒരുപാട് അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം യാത്ര ചെയ്തു വരുന്ന മുസ്ലിം സഹോദരങ്ങൾ ഈ കോഴിയെ പിടിച്ച് അവർ ഭക്ഷിക്കുകയും രാവിലെ അത് കഴിഞ്ഞ് അവർ കിടന്നുറങ്ങിക്കഴിഞ്ഞപ്പോൾ രാവിലെ ആയപ്പോൾ വയറ്റിൽ നിന്ന് കോഴി ജീവനോടെ വന്നു, അവരെല്ലാം മരിച്ചു വീണു എന്നൊക്കെയാണ് കഥകൾ പറയുന്നത്. हाँ वो ये देखा ना बच्चा हुई, तो उसको अच्छा हो गया, वो मंदिर उसने बनाया। ये कौन सा मंदिर ये देखो श्रीनाथ जी है, है? वो श्रीनाथ जी है, हाँ वो चला गया मासी, वो चले गया, वो चले गया. ये श्रीनाथ जी है, वो माता ഇതാണ് ഞങ്ങളുടെ ദൈവം. हाँ ठीक है भाई, थोड़ा हटना, हटा, हेलो, थोड़ा हटो, हटो हटो, थोड़ा हटो उस तरफ. अच्छा, लाइट चेंज होते रहता है, रिमोट है. ഞങ്ങൾ രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു, ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു, കിടന്നുറങ്ങി. വൈകിട്ടായപ്പോൾ ഞങ്ങൾ വീണ്ടും വന്നു. കാരണം നമ്മൾ ക്ഷേത്രത്തിൽ വന്ന് രാവിലെയും വൈകിട്ടും ദർശനം നടത്തണമെന്ന് വിചാരിച്ച് തന്നെയാണ്. രാവിലെ ആളുകൾ തിരക്ക് കുറവായിരുന്നെങ്കിലും വൈകിട്ടായപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു. ഇവിടെ കുറച്ച് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ട്രാൻസ്മനുഷ്യർ അവിടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് അവരിൽ നിന്നും ഈ വരുന്ന ഭക്തജനങ്ങൾ അവരിൽ നിന്നും അനുഗ്രഹങ്ങൾ വാങ്ങിക്കുന്നു, അവർക്ക് ദക്ഷിണ കൊടുക്കുന്നു. ഞങ്ങളെ കണ്ടു, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഭയങ്കര സ്നേഹമായിരുന്നു. ഇവർ സാധാരണ ക്ഷേത്രത്തിൽ പോകുന്ന പോലെ തന്നെ അവരുടെ പ്രദേശത്തു നിന്നും ഒരുപാട് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ആ ദേശത്തെ കുലദൈവമായതിനാലാണ് ഇങ്ങനെ എല്ലാവരും നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന പോലെ. അങ്ങനെ ക്ഷേത്രം ദർശനമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ തിരിച്ചിട്ട് നാളേക്ക് തന്നെ അഹമ്മദാബാദിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ അവിടുന്ന് കയറി പോകണം. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഒരുപാട് ഇങ്ങനെ കൾച്ചറമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതിൽ നല്ലതൊക്കെ നമ്മൾ
സ്വീകരിച്ചു. അത് നമ്മൾ അത് ഫോളോ ചെയ്ത് പോകുന്നു. നമ്മൾ ആരെയും ഫോളോ ചെയ്യാൻ പറയാറില്ല. അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. അപ്പം മകളുടെ 5ാമത്തെ വർഷപൂജ അന്ന് നടത്താനും മാതയുടെ ചടങ്ങുകളൊക്കെ ഒരുപാട് സന്തോഷം തോന്നുന്നു. അപ്പം വരാൻ പറ്റുന്നവരെല്ലാം വന്നു. അങ്ങനെ കുട മേടിച്ചു. ഞാൻ നനഞ്ഞു തന്നെയാണ് പോയി എല്ലാ ഷോപ്പുകളും നോക്കിട്ട് വന്നപ്പോഴത്തേക്ക് മോള് ഇവിടുന്ന് കുടയൊക്കെ മേടിച്ചു. നനയുണ്ട് പക്ഷെ ഇപ്പൊ ഈ സാഹചര്യം നനയാതിരുന്നാലും പറ്റത്തില്ലല്ലോ. ഡ്രസ്സ് ഇവിടെ വാങ്ങാതെ ഡ്രസ്സ് എടുക്കാതെ വന്നില്ല, ഞാൻ എടുക്കാതെ വന്നില്ല. ഒരുപാട് നമ്മുടെ കമ്മ്യൂണിറ്റി ഷട്ടറിൽ പോയിട്ട്